റോണയ്ക്ക് മൈലാഞ്ചി ഇടുന്നിടത്തായിരുന്നു പെൺപിള്ളേരെല്ലാം. മൈലാഞ്ചി ഇടുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുള്ള ആ രാത്രിയുടെ സന്തോഷത്തിൽ കളിയും ചിരിയും പാട്ടുമൊക്കെയായിരുന്നു അവിടെ കൂടുതലും നടന്നിരുന്നത്. അതിനിടയിലേക്കായിരുന്നു റയാനും സ്റ്റെഫിയും കൂടി കയറി വന്നത്. അതെ, പോകണ്ടേ? മണി 11ആയി. ഇപ്പോഴേലും പോയി കിടന്നാലേ നാളെ കാലത്ത് പള്ളിയിൽ വരാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തേക്ക് ഈ ചർച്ചയൊന്ന് മാറ്റിവെച്ചാൽ ഉപകാരമായിരുന്നു. ജാസ്മിൻ്റെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് സ്റ്റെഫി കളിയാക്കിയതും പെൺപിള്ളേരുടെ എല്ലാം മുഖം കൂർത്തു. എന്തുവാടി ഇരുന്ന് പെരുകുന്നേ? പാതിരാത്രി ഇരുന്ന് നുണ പറഞ്ഞെൻ്റെ കൊച്ചിനെ കൂടി വിടക്കാക്കാതെ പോയി കിടന്നുറങ്ങടി കുട്ടിത്തേവാങ്കെ. കുട്ടിത്തേവാങ്ക് നിങ്ങളുടെ കെട്ടിയോള്. ആ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. സ്റ്റെഫിനിട്ട തീപ്പൊരി ആമിക്കും റയാനും ഇടയിലേക്ക് വീണ് ആടിപ്പാടുന്നത് കണ്ട് എല്ലാവരും ചിരിച്ചു. ആ, ഇനിയിപ്പോൾ കല്യാണ പെണ്ണിൻ്റെ ആങ്ങളയ്ക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അതവൻ്റെ വിധിയെന്ന് കരുതി സമാധാനിക്കാനേ നമുക്ക് പറ്റൂ. എടി കീത്തുവേ, നിങ്ങളെ കൂടെ വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. വേഗം 2 മണിയിട്ടോ. അതെന്നാ ഒരു പറച്ചിലാടാ കോപ്പേ? നീ അല്ലയോ ഇവളുമാരെ കുത്തി ഇളക്കാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പൊക്കി ഇങ്ങോട്ട് വന്നത്? അവൻ്റെ പറച്ചിൽ കേട്ടതും റയാൻ കണ്ണു മിടിച്ച് ചോദിച്ചു. അതൊക്കെ നേരാ, പക്ഷേ നീ ഇമാതിരി ഇളക്കിളക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? ഇനി ഇവിടെ നിന്നാൽ ഇവൾ എന്നെയും കൂടി കടിക്കും. അതുകൊണ്ട് തൽക്കാലം നിന്നെപ്പോലെ മാംസമുള്ളൊരിരയിട്ട് കൊടുത്ത് സ്വയം രക്ഷപ്പെടാനേ എനിക്ക് പറ്റൂ മോനെ. കീത്തു വായോ. ഓക്കെ, ഞാൻ ദാ പോയി അച്ഛനെ അമ്മയെ വിളിച്ചോണ്ട് ദേ വരുന്നു. ഓ, നീ തൽക്കാലം ആരെയും വിളിക്കാൻ പോകണ്ട. അച്ഛനും അമ്മയൊക്കെ പുറത്തുണ്ട്. നീയും നിന്റെ പുന്നാര കൂട്ടുകാരിയും ഒന്ന് വന്നേച്ചാ മതി. ആണോ? അപ്പോൾ ചേച്ചിമാരെ പോട്ടെ മക്കളെ. റോണു, നാളെ കാണാം കേട്ടോ. ആമീസ്, ചേട്ടായിയുടെ മുഖത്തിന് പരുക്കൊന്നും വരുത്തിയേക്കല്ലേടി. നാളെ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. ആദ്യം റോണയോടും പിന്നെ ആമയോടുമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് കീർത്തി പുറത്തേക്ക് ഓടി. അപ്പോൾ അളിയ ശുഭരാത്രി. ശവത്തി കുത്താടെ ഇറങ്ങിപ്പോണ്ട നാറി. തന്നെ നോക്കി പേടിപ്പിക്കുന്ന ആമിയെയും തന്നെ മാറി മാറി നോക്കിയിട്ട് ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞ സ്റ്റെഫിനെയും നോക്കി പല്ലെറുമിക്കൊണ്ട് റയാൻ പറഞ്ഞു. പോകാനുള്ളവരൊക്കെ പോയി കഴിഞ്ഞതോടെ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങാൻ കിടന്നു. അതുവരെ ശബ്ദമുഖരിതമായിരുന്ന അന്തരീക്ഷം പതിയെ രാത്രിയുടെ നിശബ്ദതയിലേക്ക് കൂപ്പുകുത്തി. പിറ്റേ ദിവസം രാവിലെ 9 മണിയോടെയായിരുന്നു കളരിക്കൽ നിന്ന് എല്ലാവരും പള്ളിയിലേക്ക് പുറപ്പെട്ടത്. ആദ്യത്തെ കാറിൽ പോളും റൂബിയും റോണയും ക്രിസ്റ്റിയുമായിരുന്നു കയറിയത്. അതിൻ്റെ പിറകെ റോബിനും ജെസ്സിയും റയാനും ആമിയും. പിന്നീട് അതിൻ്റെ പുറകെയായി ബന്ധുക്കളുടെ കാറുകളും ടൂറിസ്റ്റ് ബസ്സും ഒക്കെ ആയിട്ടായിരുന്നു പള്ളിയിലേക്കുള്ള പോക്ക്. അവരുടെ എത്തുമ്പോൾ സോഹനും കുടുംബവുമൊക്കെ എത്തിയിരുന്നു. അവർ പള്ളിമുറ്റത്തൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. വന്നിറങ്ങിയ പാടെ 2 കുടുംബങ്ങളും പരസ്പരം ഹസ്തദാനം ചെയ്ത് സംസാരിച്ചു. റയാനും റോബിനും ചെന്ന് സോഹനെ ചേർത്ത് പിടിച്ച് സംസാരിച്ചു. പക്ഷേ അപ്പോഴൊക്കെയും അവൻ്റെ കണ്ണുകൾ തൻ്റെ പ്രണയമായവളിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ക്രീമിൽ ഗോൾഡൻ വർക്ക് ചെയ്ത മനോഹരമായ സാരിയിൽ അവൾ അത്രയും സുന്ദരിയാണെന്ന് അവൻ ഓർത്തു. സമയമായല്ലോ, എന്നാൽ പിന്നെ നമുക്ക് അകത്തോട്ട് കയറിയാലോ? ആരോ ചോദിച്ചതും എല്ലാവരും അത് ശരിവെച്ചുകൊണ്ട് പള്ളിക്കകത്തേക്ക് നടന്നു. സോഹനും റോണയും ഒരുമിച്ച് തന്നെയാണ് അകത്തേക്ക് കയറിയത്. അൾത്താരയ്ക്ക് മുന്നിൽ ചെന്ന് കുരിശു വരച്ചിട്ട് മുഖമുയർത്തിയതും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന സോഹനെ കണ്ട് റോണ മനോഹരമായി പുഞ്ചിരിച്ചു. ഏയ്, എൻ്റെ പെണ്ണിനെ ഇങ്ങനൊരു രൂപത്തിൽ ആദ്യം കാണുന്നത് കൊണ്ടാവും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുക. അവൻ അവളുടെ ചെവിയരികിലേക്ക് ചെന്നുകൊണ്ട് പതിയെ പറഞ്ഞു. ചി, പള്ളിയ ജന്തു, വേണ്ടാതിനം പറയാതെ അടങ്ങിയിരിക്കും. അവൻ്റെ വാക്കുകൾ ഉടലാകെ കുളിരി കോരിത്തരിച്ചെങ്കിലും മുഖത്ത് ഗൗരവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് റോണ അവൻ്റെ കയ്യിലൊരു കൊട്ടു വെച്ചു കൊടുത്തു. ഓ, ഇങ്ങനെയൊരു മൂരാച്ചി. സോഹൻ പരിഭവത്തോടെ പറയുന്നത് കേട്ട് ചിരി വന്നെങ്കിലും അതവനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് റോണ അൾത്താരയിലേക്ക് നോക്കി നിന്ന് ഈ നിമിഷം വരെ തങ്ങളെ കൊണ്ടെത്തിച്ച കർത്താവിന് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞു. പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു. വധു പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് അച്ഛൻ മനസ്സ് ചോദ്യത്തിലേക്ക് കടന്നതും റോണയുടെയും സോഹൻ്റെയും ഹൃദയങ്ങൾ ഒരുപോലെ മിടിച്ചു. കളരിക്കൽ പോളിൻ്റെയും റൂബിയുടെയും മക്കളായ റോണ കൈതക്കൽ റോയ് തോമസിൻ്റെയും ലില്ലിയുടെയും മകൻ സോഹൻ റോയ് തോമസിനെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. കൈതക്കൽ റോയ് തോമസിൻ്റെയും ലില്ലിയുടെയും മകനായ സോഹൻ കളരിക്കൽ പോളിൻ്റെയും റൂബിയുടെയും മകളായ റോണ പോളിനെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണച്ചോ. പള്ളിക്കുള്ളിൽ വെച്ചുള്ള മനസ്സ് ചോദിപ്പ് കഴിഞ്ഞ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു ബാക്കി പരിപാടികൾ അറേഞ്ച് ചെയ്തിരുന്നത്. ഓഡിറ്റോറിയത്തിനുള്ളിലെ സ്റ്റേജ് മനോഹരമായി അലങ്കരിച്ചിരുന്നു. അവിടേക്ക് സോഹനും റോണയും വന്നതും ബന്ധുക്കളെല്ലാം വന്നവർക്ക് മധുരം കൊടുക്കുകയും ഒപ്പം ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് എൻഗേജ്മെൻറ്റ് കേക്ക് കട്ട് ചെയ്ത് ഇരുവരും പരസ്പരം നൽകി. ക്യാമറ കണ്ണുകൾ ആ മനോഹര നിമിഷങ്ങളൊക്കെയും അതിൻ്റെ ഭംഗിയൊട്ടും ചോരാതെ തന്നെ ക്യാമറയിലേക്ക് പകർത്തി. അയ്യോ വയ്യായേ. പള്ളിയിൽ നിന്ന് വന്ന പാടെ ഡ്രസ്സ് പോലും മാറ്റാതെ ബെഡിലേക്ക് കയറി കിടന്ന ആമിയെ കണ്ട് റയാനൊന്ന് ചിരിച്ചു. പിന്നെ റൂമിൻ്റെ വാതിലടച്ചിട്ട് ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി.
അവൻ കുളിയൊക്കെ കഴിഞ്ഞു വരുമ്പോഴും ആമി അതേ കിടപ്പ് തന്നെയായിരുന്നു. അത് കണ്ട് അവൻ പതിയെ ബെഡിലേക്ക് വന്നിരുന്നു. പിന്നെ ആമിയുടെ വയറുഭാഗത്തെ സാരി മാറ്റി അവളുടെ തെല്ല് വീർത്ത വയറിൽ പതിയെ മുത്തി. ക്ഷീണിച്ചോടാ വാവേ? വയറിൽ അവൻ്റെ ചുണ്ടുകളുടെ തണുപ്പറിഞ്ഞതും ആമി ഒന്ന് എരിവ് വലിച്ചുകൊണ്ട് തല വെട്ടിച്ചു. പിന്നെ നേർത്ത പുഞ്ചിരിയോടെ കണ്ണുകൾ തുറന്നു. ഏത് വാവയോടാണാവോ? ഇച്ചായൻ്റെ വലിയ വാവയോട് തന്നെയാ. അവളുടെ വയറിൽ തൻ്റെ താടി കൊണ്ട് ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് അവൻ മറുപടി പറഞ്ഞു. ഇച്ചായ. എന്തോ? എനിക്ക് ഇക്കിളിയാവുന്നു. അയ്യോടാ, എൻ്റെ കൊച്ചിന് ഇക്കിളി കൂടുതലായോണ്ടാ ഈ കുഞ്ഞു വയറിപ്പോൾ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. ചി പോടാ കള്ളമാപ്പിളെ. ആമി നാണത്തോടെ പറഞ്ഞുകൊണ്ടവൻ്റെ കവളിൽ മുറുകെ പിച്ചി. എടി കുരുപ്പേ, കള്ളമാപ്പിള കട്ടെടുക്കട്ടെ. ഞൊടിയിടകൊണ്ട് അവന് വന്ന മാറ്റം തിരിച്ചറിഞ്ഞതും ആമിയുടെ മുഖം ചുവന്നു പോയിരുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാഞ്ഞിട്ടെന്ന പോലെ അവൾ നോട്ടം മുറിയിലാകമാനം പരതി നോക്കിക്കൊണ്ട് കിടന്നു. പെടുന്നനെ റയാൻ അവളുടെ മേലേക്ക് അധികം അമരാതെ തന്നെ അവളുടെ ഉടലിലൂടെ ഉരതി മേലേക്ക് ഉയർന്നു വന്നു. അവൻ്റെ ആ പ്രവൃത്തി ആമിയിൽ വല്ലാത്തൊരു അനുഭൂതി തീർക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് ചുണ്ടിൽ അമർത്തി കടിച്ചുകൊണ്ട് ശ്വാസം വിടാൻ പോലും മറന്നെങ്ങനെ കിടന്നു. ഈ നേരം റയാൻ്റെ ഒരു കൈ അവളുടെ മുഖം പിടിച്ചു തൻ്റെ മുഖത്തിനു നേരെ തിരിക്കുകയും മറുകൈ അവളുടെ നെഞ്ചിലെന്തോ പരതുകയുമായിരുന്നു. മുഖത്തോട്ട് നോക്കടി കുട്ടിത്തേവാങ്കെ. മുഖം തൻ്റെ നേർക്ക് പിടിച്ചു തിരിച്ചിട്ടും തന്നെ നോക്കാതെ കണ്ണുമടച്ച് കിടക്കുന്നവളുടെ ചെവിയരിയിലേക്ക് അടുത്തുകൊണ്ടവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും ആമി കണ്ണുകൾ വലിച്ചു തുറന്ന് ചുണ്ട് കൂർപ്പിച്ചവനെ നോക്കി. നോക്കി പേടിപ്പിക്കുന്നോടി കുട്ടിത്താറാവേ. അവളുടെ നോട്ടം കണ്ട് ചിരി വന്നുപോയ റയാൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പതിയൊന്ന് കടിച്ചു വിട്ടു. പറയടി, എടുത്തോട്ടെ ഞാൻ? അതുവരെ ഉണ്ടായിരുന്ന കുസൃതി മാറി അവനിൽ മറ്റേതോ ഭാവങ്ങൾ തെളിയുന്നത് ആമി കൗതുകത്തോടെ നോക്കി. പറയടി, എടുക്കട്ടെ? എന്തോന്ന്? ആമിയിലും കുറുമ്പ് നിറഞ്ഞു. നിന്നെ മൊത്തമായിട്ടങ്ങ് എടുത്തോട്ടെ? നിങ്ങളുടെ എടുപ്പ് കൂടിയിട്ടാ ഞാനിപ്പോൾ ഈ അവസ്ഥയിലായത്. എന്നിട്ട് നിങ്ങൾക്ക് മതിയായില്ലല്ലോ. എനിക്ക് അങ്ങനെയൊന്നും നിന്നെ മതിയാവില്ലടി കുരുപ്പേ. പ്രണയപൂർവ്വം പറഞ്ഞുകൊണ്ട് റയാൻ അവളുടെ സിന്ദൂരം വളർന്ന നെറുകയിൽ ചുംബിച്ചു. പിന്നെ നെറ്റിയിലും കണ്ണുകളിലും കവിളിലും കഴുത്തിലുമൊക്കെയായി മുത്തമിട്ട് അവളിലെ പെണ്ണിനെ ഉണർത്താനവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഏതോ നിമിഷത്തിൽ ആ ശ്രമങ്ങൾ വിജയം കണ്ടതുപോലെ ആമിയുടെ കൈകൾ അവൻ്റെ പുറംതലയിലും മുതുകിലുമായി ഇഴഞ്ഞു തുടങ്ങി. അതറിഞ്ഞതും പിന്നീടൊരു ഞൊടി പോലും പാഴാക്കാതെ റയാൻ ഒന്നുയർന്ന് അവളുടെ ചുടികളിലേക്ക് ആഴ്ന്നിറങ്ങി. ദീർഘമായൊരു ചുംബനത്തിനു ശേഷം ആമിക്ക് ശ്വാസം വിലങ്ങിയതും റയാൻ മനസ്സില്ലാ മനസ്സോടെ അവളുടെ ആദരങ്ങളെ മോചിപ്പിച്ചവളുടെ കഴുത്തടിയിലേക്ക് അമർന്നു. ഒപ്പം കൈകൾ അവളുടെ ഉടലിലെന്തോ തിരിഞ്ഞുകൊണ്ട് അരിച്ചിറങ്ങി. അവളുടെ അല്പം വീർത്ത മാറിടങ്ങളെയും ആകൃതി വ്യത്യാസപ്പെട്ട പൊക്കിൾച്ചുഴിയെയും ഉന്തിയ വയറിനെയുമെല്ലാം അത്രമേൽ പ്രണയത്താൽ അരുമയായി അവൻ ലാളിച്ചുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ആമയിൽ നിന്നും അമർത്തിപ്പിടിച്ച മുരൾച്ചകളും സീൽക്കാരങ്ങളും ഉയർന്നു തുടങ്ങി. അവയൊക്കെയും തന്നിലെ പുരുഷനെ ഉണർത്തുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ ഒരിക്കൽ കൂടി അറിയാനുള്ള കൊതിയോടെ റയാൻ അവളിലേക്ക് അമർന്നു. ഏതാണ്ട് സന്ധ്യയോടെയായിരുന്നു ആമി ഉണർക്കമുണർന്നത്. അപ്പോഴും തന്നെ പൊതിഞ്ഞു പിടിച്ചു കിടന്നുറങ്ങുന്ന റയാൻ്റെ കവിളിലൊന്ന് ചുണ്ടമർത്തിയിട്ട് അവൾ പതിയെ അവനെ ഉണർത്താതെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. ഷവറിൽ നിന്ന് വീഴുന്ന തണുത്ത വെള്ളം ശിരസിലൂടെ ഒഴുകി ഉടലിൽ ആകമാനം കുളിർ പടർത്തിയതും ആമി കണ്ണുകൾ അടച്ചങ്ങനെ നിന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ആമി താഴേക്ക് വരുമ്പോൾ ജെസ്സിയും റോണയും കൂടി ടിവിക്ക് മുന്നിലിരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. റൂബി അടുക്കളയിലായിരുന്നു. അവൾ നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ റൂബി അത്താഴത്തിനുള്ളതൊക്കെ റെഡിയാക്കുമായിരുന്നു. അമ്മി. ആ, എഴുന്നേറ്റോ? ഞാൻ വിളിക്കാൻ കയറി വരാൻ തുടങ്ങുമായിരുന്നു. ദാ ചായ എടുത്ത് കുടിക്കും. ഉറങ്ങിപ്പോയി മമ്മി. അത് സാരമില്ല, നാളെ ഇനി കോളേജിൽ പോകണ്ടേ, അപ്പോൾ ഇന്നത്തെ ക്ഷീണമൊക്കെ അങ്ങ് മാറട്ടെ. റൂബി പറഞ്ഞതിന് മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കിക്കൊണ്ട് ആമി ഫ്ലാസ്കിൽ നിന്ന് ചായ കപ്പിലേക്ക് പകർന്നെടുത്തു. ഡാഡി എന്തേ മമ്മി? ഓഡിറ്റോറിയത്തിലേക്ക് പോയേക്കുവാ. ആ ഈവന്റ് മാനേജ്മെൻറ്റുകാർക്ക് ബാക്കി കാശ് കൊടുക്കുകയൊക്കെ വേണം. ഇന്നും മൊത്തം ഇറച്ചിയും മീനുമൊക്കെ ആയിരുന്നില്ലേ, അതുകൊണ്ട് രാത്രിയിലത്തേക്ക് കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു. പയറ് തോരനും വെക്കാം. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മമ്മി, അത് മതി. ഗ്യാസിൻ്റെ പ്രശ്നം വല്ലതുമുണ്ടെങ്കിൽ പറയണം. ഓ, ഇതുവരെ അതൊന്നുമില്ല. ചിരിയോടെ പറഞ്ഞിട്ട് ആമി പുറത്തേക്ക് പോയതും റൂബി വൻപയറെടുത്ത് വെള്ളത്തിലേക്കിട്ടു. ബെഡിൽ കിടന്ന് തൻ്റെ ഫോൺ ചിലയ്ക്കുന്നത് കേട്ടുകൊണ്ടായിരുന്നു റയാൻ ഉറക്കം ഞെട്ടി ഉണർന്നത്. റോബിനായിരുന്നു വിളിച്ചത്. ആ ഇച്ചായ, നീ ഇപ്പോൾ എവിടെയാ? ഞാൻ വീട്ടിലാ അച്ചായ, ഉറക്കമായിരുന്നു. നീ പെട്ടെന്ന് എഴുന്നേറ്റ് സ്റ്റേഷനിലോട്ടൊന്ന് വാ. എന്നതാ അച്ചായ, എന്നാ പറ്റി? റോബിൻ്റെ ശബ്ദത്തിലെ പതർച്ച തിരിച്ചറിഞ്ഞതും റയാൻ്റെ ഉറക്കമൊക്കെ എങ്ങോ പോയിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞതും അവൻ നെഞ്ചിൽ കൈവച്ച് തടവി. അത് എടാ, അവൻ ചാടിയടാ. ആര് ചാടിയെന്ന്? എന്തു അച്ചായ? പെട്ടെന്നവൻ പറഞ്ഞത് മനസ്സിലാകാതെ റയാൻ ചോദിച്ചു.
റീജോ ജയിലിൽ ചാടിയെന്നും പറഞ്ഞപ്പോൾ കോൾ വന്നിരുന്നു. സിറ്റി മൊത്തം അരിച്ചു പെറുക്കുക പോലീസ്. റോബിൻ പറഞ്ഞത് കേട്ടതും റയാൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു. ഞാൻ ദാ വരുന്നു ചായ. മറുപടിയായി അത് മാത്രം പറഞ്ഞിട്ട് റയാൻ തിടുക്കപ്പെട്ട് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവൻ റെഡിയായി താഴേക്ക് വരുമ്പോൾ റോണയും ജെസ്സിയും ആമയും കൂടി ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇച്ചാനി ഇതെങ്ങോട്ടാ? തിരക്കിട്ടിറങ്ങി വരുന്ന റയാനെ കണ്ട് ആമ എണീറ്റവൻ്റെ അരികിലേക്ക് വന്നു. എനിക്കൊന്ന് ഓഫീസിൽ പോകണം. ഡാഡി എന്തിയേ? ഡാഡി ഓഡിറ്റോറിയത്തിൽ പോയേക്കുക. നിങ്ങൾ വാതിലടച്ചോ? സദ്യ കഴിഞ്ഞില്ലേ? പതിവില്ലാത്ത ആ പറച്ചിലും അവൻ്റെ മുഖത്ത് പ്രകടമായിരുന്ന ടെൻഷനും കണ്ട് എല്ലാവർക്കും അമ്പരപ്പ് തോന്നിയെങ്കിലും റയാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ്റെ കാറ് പോകുന്നത് നോക്കിയൊരു നിമിഷം നിന്നിട്ട് ആമയൊരു നെടുവീർപ്പോടെ മുൻവാതിലടച്ച് കുറ്റിയിട്ടു. പക്ഷേ ഇതെല്ലാം കണ്ട് മുറ്റത്തെ മീൻകുളത്തിൽ മലർന്നു കിടക്കുകയായിരുന്ന ഒരുവനെ അവരാരും കണ്ടിരുന്നില്ല. തൻ്റെ പക മുഴുവൻ തീർക്കാനായി ഒരിക്കൽ കൂടി അവതരിച്ച അവൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്ന ക്രൂരഭാവം ഇരുൾ പടർന്നു കിടന്ന ആ അന്തരീക്ഷത്തെ ഒന്നുകൂടി ഭീതിദത്തമാക്കി. റയാൻ്റെ കാർ ഹൈവേയിലേക്ക് കയറി കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. ഹൃദയത്തിൽ പണം പുലർത്തിയാടുന്ന ഭയത്തിൻ്റെ മുന്നിൽ തന്നെ പാസ് ചെയ്യുന്ന വാഹനങ്ങളോ ഹോണടി ശബ്ദങ്ങളോ അവൻ അറിഞ്ഞതേയില്ല. പെടുന്നനെ പോളിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും അയാളെ വിളിക്കാമെന്ന് കരുതി അവൻ ഇടത്തെ കൈകൊണ്ട് ഫോൺ കയ്യിലെടുത്തു. ഒപ്പം കാറിൻ്റെ സ്പീഡ് അല്പം കുറയ്ക്കുകയും ചെയ്തു. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവൻ്റെ നട്ടലിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. കാരണം ബ്രേക്ക് പൂർണ്ണമായും കൊടുത്തിട്ടും കാറിൻ്റെ കുതിപ്പിനൊരു കുറവുമില്ലെന്നവന് വിറയൽ പടർത്തി. കർത്താവേ, എൻ്റെ ആമി! അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. യുവർ കൗണ്ട് ഓൺ സ്റ്റാർട്ട്സ് നൗ, റയാൻ പോൾ. ബൈ ബൈ മൈ സ്വീറ്റ് ബ്രദർ. കാർമേഘം മൂടിയ ആകാശത്തിലേക്ക് നോക്കി മലർന്നു കിടന്നുകൊണ്ട് റീജോ ക്രൂരമായി ചിരിച്ചു.